പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്നലെ ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തിയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആരോഗ്യമന്ത്രിക്ക് കുവൈറ്റിലേക്ക് പോകാൻ കഴിയാതിരുന്ന സാഹചര്യം ഇപ്പോൾ അതൊരു വിവാദമാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ചെറിയൊരു പരാമർശം ഈ വിഷയത്തെക്കുറിച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 23 മലയാളികളുടെ മൃതദേഹങ്ങൾ, 7 തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ, അതോടൊപ്പം തന്നെ കർണാടക സ്വദേശിയെ ഒരാളുടെ മൃതദേഹം, അങ്ങനെ 31 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. മൃതദേഹങ്ങൾ ഒന്നൊന്നായി വിമാനത്തിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഈ വിമാനത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അതാത് അവരുടെ ബന്ധുക്കളിലേക്ക്, ഉറ്റവരുടെ വീടുകളിലേക്ക് ഈ മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസിൽ കൊണ്ടുപോകും. അതിന് പോലീസിൻ്റെ അകമ്പടി ഉണ്ടാകും. ഇനി എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ അവശേഷിക്കുന്നത്? അവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു പൊതുദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിലെന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, ഇനി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി അവരവരുടെ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകണം. 2 ഇതര സംസ്ഥാനങ്ങളിലെ, അയൽ സംസ്ഥാനങ്ങളിലുള്ളവരുടെ കൂടി മൃതദേഹങ്ങൾ കേരള സർക്കാർ ഇന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവരെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോലീസ് അകമ്പടിയോടുകൂടി എത്തിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തെല്ലാം നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കാനുള്ളത്? ഗോപി, ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ C-130J എന്ന വിമാനമാണ്. ഇത് യുദ്ധകാലത്തും സമാധാന കാലത്തും ഒരുപോലെ രാജ്യം ഉപയോഗിക്കുന്നതാണ്. ഇത്തരം ദുരന്ത മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റുന്നതിനും അവിടെ അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു പ്രത്യേക വിമാനമാണ്. അതിലാണ് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വിമാനത്തിൽ 45 മൃതദേഹങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 23 മലയാളികൾ, അതുപോലെ ഒരു 7 തമിഴ്നാട്ടുകാർ, അതുപോലെ ഒരു കർണാടക സ്വദേശി, അവരുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ആ മൃതദേഹം മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ പൂർത്തിയാകുന്നുണ്ട്. അതിൽ ഈ വിദേശത്തു നിന്ന് വന്നതായതുകൊണ്ട് അതിൻ്റെ എമിഗ്രേഷൻ, കസ്റ്റംസ്, അത്തരം ചില സാധാരണഗതിയിൽ നടക്കേണ്ട ചില നിയമപരമായ ചില പ്രൊസീജിയറുണ്ട്. അത് വേഗത്തിൽ പൂർത്തിയാക്കും. ഉദ്യോഗസ്ഥർ വിമാനത്തിനടുത്തേക്ക് ചെന്ന് അത് വേഗത്തിൽ പൂർത്തിയാക്കും. അല്പസമയത്തിനകം ആ മൃതദേഹം മുഴുവൻ ഓരോരോ വാഹനങ്ങളിലായി പുറത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള വാഹനങ്ങളൊക്കെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിയമപരമായി ചെയ്തു തീർക്കേണ്ട ചില നടപടിക്രമങ്ങൾ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരും. വിമാനത്താവളത്തിൽ തന്നെ പൊതുദർശനത്തിന് കുറച്ച് സമയം അവിടെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിക്കും തിരക്കുമില്ലാതെ അത് പൊതുദർശനത്തിനൊരു സൗകര്യം ഒരുക്കുന്നുണ്ട്. ഒരു ടേബിൾ അതിനുവേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരു അരമണിക്കൂർ മാത്രമേ അത്രയും പൊതുദർശനം അവിടെ കാണുകയുള്ളൂ. പ്രധാനപ്പെട്ട ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചേർന്നായിരിക്കും ഈ മൃതദേഹം അവിടെ ഏറ്റുവാങ്ങുക, ഔദ്യോഗികമായി അത് ഏറ്റുവാങ്ങുക. സംസ്ഥാന മന്ത്രിമാരുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്. അതുപോലെ ഈ മരണമടഞ്ഞവരുടെ ബന്ധുക്കളും ഉണ്ട്. മൃതദേഹം നാടുകളിലേക്ക് കൊണ്ടുപോകാൻ അവരും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൈവശം ഈ മൃതദേഹം ഇനിയും പ്രത്യേക ആംബുലൻസിൽ അയക്കുക എന്നുള്ളതാണ് തീരുമാനം. ഒരു വിവരം ഇപ്പോൾ വരുന്നത്, ഇന്ന് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടില്ലാത്തവരുടെ മൃതദേഹം അവരുടെ ബന്ധുക്കളുടെ ആവശ്യമനുസരിച്ച് വിവിധ ആശുപത്രികളിലെ മോർച്ചറിയിലേക്ക് വേണമെങ്കിൽ മാറ്റാം എന്ന് ജില്ലാ ഭരണകൂടം, കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ സർക്കാർ തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. അത് വീടുകളിലേക്ക് തന്നെ ഇന്ന് കൊണ്ടുപോകണമോ അതോ സംസ്കാരം വൈകുകയാണെങ്കിൽ അത് ആശുപത്രിയിലേക്ക് മാറ്റണമോ എന്നത് ബന്ധുക്കളുടെ ചോയ്സാണ്, അവർക്കത് തീരുമാനിക്കാം. അപ്പോൾ ആ തീരുമാനം എങ്ങനെ വേണമെങ്കിലും ഏതിനും തയ്യാറാണ് എന്ന് അതത് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കളക്ടർമാരോടാണ് ഇത്തരം കാര്യങ്ങൾ വേണ്ട തരത്തിൽ നോക്കി അവരുടെ ബന്ധുക്കളുടെ ആവശ്യമനുസരിച്ച്, കുടുംബങ്ങളുടെ ആവശ്യമനുസരിച്ച് വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയും അതിൻ്റെ ഒരു നോഡൽ ഓഫീസർ എന്ന നിലയിൽ കളക്ടറായിരിക്കും അത് ചെയ്യുക. ഈ ഉദ്യോഗസ്ഥർ ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ ഈ 45 മൃതദേഹം അതിലുണ്ട്. അതിൽ ഇവിടെ നമ്മളുടെ നെടുമ്പാശ്ശേരിയിൽ ഇറക്കേണ്ടത് മാത്രം ഇപ്പോൾ ഇറക്കും. ഈ ട്രാഫിക് സിഗ്നലുകൾ ഓഫ് ചെയ്ത് പൈലറ്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വേഗം മൃതദേഹം നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പോലീസ് സ്റ്റേഷനുകൾ, അതുപോലെ കടന്നു പോകുന്ന വഴികളിലെ തിരക്കുള്ള ജംഗ്ഷനുകളിലൊക്കെ ഗതാഗതം നിയന്ത്രിച്ച് ഈ ആംബുലൻസുകൾക്ക് പോകുന്നതിന് വഴിയൊരുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയെ, അതുപോലെ തന്നെ മന്ത്രി പി രാജീവ്, അതുപോലെ ഹൈബി ഈഡൻ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരെ കാണാം. ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടിയും ഒക്കെ അവിടെ എത്തിയിരിക്കുകയാണ്. അവരൊക്കെ കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഈ വിമാനത്തിൽ തന്നെയുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ് അദ്ദേഹം. 2 ദിവസം ഇന്നലെ അവിടെ എത്തിയതാണ്. അവിടെ ഈ കാര്യങ്ങൾ ഏകോപനം നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷം ഈ C-130J എന്ന പ്രത്യേക വിമാനം ഡൽഹിയിലേക്കാണ് പോകുന്നത്. ബാക്കി മൃതദേഹം ഡൽഹിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.
നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതത് നാടുകളിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ചിലത് ഇന്ന് തന്നെ നടക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ അത് നാളെയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെയായാണ് സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വീടുകളിൽ ഇന്ന് എത്തിയ ശേഷം മോർച്ചറിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നേരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാം എന്ന തീരുമാനമുണ്ട്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആ തീരുമാനം. ഈ അപകടത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണ് എന്ന കുവൈറ്റ് ഫയർഫോഴ്സിൻ്റെ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. വിശദമായ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ നൽകുകയും പുറത്തുവിടുകയും ചെയ്തു, ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗികമായി അപ്പോൾ ഈ അപകടത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് കുവൈറ്റിലെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കുന്ന ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഗോപി, ശരി, എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഒരു എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടിയുള്ള സമയമാണ്. അത് കഴിയുമ്പോൾ തന്നെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയിടത്ത് അല്പനേരം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം 23 മലയാളികളുടെ മൃതദേഹങ്ങൾ കേരളത്തിൽ അവരുടെ നാടുകളിൽ വീടുകളിലേക്ക് പ്രത്യേകം സജ്ജമാക്കിയ ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടുകൂടി എത്തിക്കും. തമിഴ്നാട് സ്വദേശികളെ 7 പേരുടെ മൃതദേഹങ്ങൾ തമിഴ്നാട് അതിർത്തി വരെ പോലീസ് അകമ്പടിയോടുകൂടി എത്തിക്കും. അവിടുന്ന് അത് തമിഴ്നാടിന് കൈമാറും. കർണാടക സ്വദേശിയായ ഒരാളുടെ മൃതദേഹം കൂടി വ്യോമസേനയുടെ ഈ പ്രത്യേക വിമാനത്തിൽ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട്. അത് കർണാടക അതിർത്തിയിലേക്ക് പോലീസ് അകമ്പടിയിൽ എത്തിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. തമിഴ്നാട് മന്ത്രി ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ. ഇതാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകണം. ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി. ശ്യാം, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ഇപ്പോൾ റൺവേയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, എയർ കാർഗോകൾ റൺവേയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ കാർഗോ ടെർമിനലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം വിമാനത്തിനുള്ളിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ ഓരോന്നായി എയർ കാർഗോകളിലേക്ക് നീക്കും. തുടർന്ന് പരിശോധനകൾക്ക് ശേഷം ഇത് എയർ കാർഗോ ടെർമിനലിലേക്ക് പോകും. അവിടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ളത്. അവിടെ വെച്ചാകും ഈ പൊതുദർശനത്തിന് ഈ മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾ വയ്ക്കുക. പിന്നീട് അന്ത്യാഞ്ജലികൾ അർപ്പിച്ച ശേഷം അവിടെ നിന്നാകും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടില്ലാത്ത മൃതദേഹങ്ങൾ ഇവിടെ അടുത്തുള്ള ആശുപത്രികളിലെ മോർച്ചറികളിൽ സൂക്ഷിക്കാനോ അവരുടെ പ്രദേശത്തുള്ള ആശുപത്രികളിൽ സൂക്ഷിക്കാനോ ഉള്ള ക്രമീകരണങ്ങൾ സർക്കാർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുള്ള അറിയിപ്പ് ബന്ധുക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആ എയർഫോഴ്സിന്റെ വിമാനം ഇപ്പോൾ റൺവേയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആ മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇവിടെ ഇറക്കുന്നത്. ആ 23 മൃതദേഹങ്ങളും ഇവിടെ പുറത്തേക്ക് കൊണ്ടുവരും. തുടർന്ന് എയർ കാർഗോ ടെർമിനലിൽ എത്തിച്ച ശേഷമാകും പൊതുദർശനവും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. വളരെ ചുരുങ്ങിയ സമയത്തിനകം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകും. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. 31 മൃതദേഹങ്ങളാണ് ഇപ്പോൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം വേദനയോടുകൂടി നാട് ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുന്നു. ഇനി കണ്ണീരോടെ കൂടി വിട നൽകാൻ ഒരുങ്ങി നിൽക്കുകയാണ് നാട്. ഈ മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് വീടുകളിലേക്ക് പ്രത്യേക ആംബുലൻസിൽ കൊണ്ടുപോകും. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ അല്പനേരം ഈ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വേണ്ടി വയ്ക്കും. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഈ വിമാനത്തിലുണ്ട്. അതിനുശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്ന വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഡൽഹിക്ക് പോകും. 50 പേരാണ് ഈ ദുരന്തത്തിൽ കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചതിൽ 46 പേർ ഇന്ത്യക്കാരാണ്. 24 മലയാളികളുണ്ട്. 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരാൾ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബി, വർഷങ്ങളായി മുംബൈയിൽ കഴിയുന്നയാളാണ് ഡെന്നി ബേബി. ഡെന്നിയുടെ മൃതദേഹം മുംബൈയിലായിരിക്കും എത്തിക്കുക. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. 23 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നത്. എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. വിജയകുമാർ, ഇനിയിപ്പോൾ ഈ മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇവരിൽ പലരുടെയും കുവൈത്തിൽ ചില ആളുകളുടെയൊക്കെ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. കാരണം ഒരാഴ്ചയായി കുവൈറ്റിലെത്തിയ 2 പേരുണ്ട്. മാത്രമല്ല വീടുപണിക്ക് വേണ്ടി അത്യാവശ്യം പണമൊക്കെ ഉണ്ടാക്കി നാട്ടിലേക്ക് അയച്ച് വീടുപണി തുടങ്ങി ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ഈ ഭൂമി വിട്ടു പോകേണ്ടി വന്നവരുണ്ട്. അങ്ങനെ ഉറ്റവർക്കേറെ പ്രിയപ്പെട്ട, നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോയ നടുക്കുന്ന വേദനയുടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിജയകുമാർ.
ഗോപി, തീർച്ചയായും അങ്ങനെയാണ്. ഇന്ന് നമ്മൾ രാവിലെയും ഇന്നലെയും ഒക്കെയായി അറിഞ്ഞതാണ് ഈ നമ്മളുടെ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ കഥ. അദ്ദേഹത്തിന് 44 വയസ്സാണുള്ളത്. അദ്ദേഹം ഈ തൃശ്ശൂരിൽ ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഇതേ ജോലി തന്നെയാണ് കുവൈറ്റിലും ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് പോയത്. ഒരാഴ്ച ആയതേ ഉള്ളൂ അദ്ദേഹം അവിടെ എത്തിയിട്ട്. ഈ അപകടമുണ്ടാകുന്ന ദിവസം അന്ന് തലേന്ന് ആ രാത്രിയും അദ്ദേഹം വളരെ വൈകിയും സുഹൃത്തുക്കളുമായി ഓൺലൈനിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അവരുമായി ഒക്കെ ആശയവിനിമയം നടത്തിയിരുന്നു. ആ ദുരന്തം അദ്ദേഹത്തിൻ്റെ ജീവിതവും എടുത്തു. വളരെ വളരെ താഴ്ന്ന സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. സ്വന്തമായൊരു വീടുണ്ടാക്കുക എന്നതായിരുന്നു വലിയൊരു ആഗ്രഹം. ആ ആഗ്രഹം പൂർത്തീകരിക്കാനാവാതെയാണ് അദ്ദേഹം മടങ്ങിയത്. ഈ വിമാനത്തിൽ നിന്ന് അദ്ദേഹം സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത ചിത്രമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് സുഹൃത്തുക്കൾ നൽകിയത്. അതാണ് നമ്മളൊക്കെ പിന്നീട് ബിനോയ് തോമസിൻ്റെ ചിത്രമായി നൽകുകയും ചെയ്തു. അപ്പോൾ ഒരാഴ്ചയായതേ ഉള്ളൂ. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഒരു 44-കാരൻ കുവൈറ്റിലേക്ക് പോകുന്നു. ഈ അപകടത്തിൽപ്പെട്ട് ജീവൻ പൊലിയുന്നു. ഇനി ആ കുടുംബത്തിന് ആരാണ് അത്താണി എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ ബിനോയ് എന്നത് ഈ പ്രവാസികളുടെ ആകെ ഒരു പ്രതീകമായി മാറുകയാണ് പല ഘട്ടങ്ങളിലും. അത്തരം ബിനോയ് തോമസ്മാർ ലക്ഷക്കണക്കിനോ ഒക്കെ ഉണ്ട് പ്രവാസ ലോകത്ത്. അവരിൽ പലരും ഈ ദുരന്തത്തിൽ പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നവർ ചിലർ കുറേ വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും പിന്നീട് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം കുറച്ച് മാസങ്ങൾ കൂടി അവിടെ തുടരാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത അത്തരം സംഭവങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിൽ പ്രവാസ ലോകത്ത് തുടർന്ന ആളുകളിലായിരുന്നു ഇവരെല്ലാവരും തന്നെ. ചിലർ ഓണത്തിന് നാട്ടിലേക്ക് വരും. ഇപ്പോൾ പന്തളം സ്വദേശി ആകാശ് ഈ ഓണത്തിന് നാട്ടിലേക്ക് വരും. അദ്ദേഹത്തിൻ്റെ വിവാഹം ആ സമയത്തുണ്ടാകുമെന്നാണ് കരുതിയത്. അങ്ങനെ ആകാശിനെ പോലെയുള്ളവർ ഉണ്ട്. മകളുടെ വിദ്യാഭ്യാസം കോളേജ് അഡ്മിഷന് വേണ്ടി അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരുന്ന ഒരു പിതാവ്, മകൾ ആവശ്യപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങി വെച്ചിട്ട് അതുമായി അടുത്ത മാസം വീട്ടിലേക്ക് വരാനിരുന്ന ഒരു പിതാവ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ഇത്തരം കരളലിയിക്കുന്ന കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ വാർത്തകൾ കാണുമ്പോഴും അല്ലെങ്കിൽ വായിക്കുമ്പോഴും അത് അറിയുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങേയറ്റം മരവിച്ച മനസ്സോടുകൂടി മാത്രമേ നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയാറുള്ളൂ. അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ അതേ പ്രതിസന്ധി അനുഭവിക്കുന്നതാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം അവിടെ ചെലവഴിക്കുകയും നാട്ടിലേക്ക് മടങ്ങി വന്ന് നന്നായി ജീവിക്കുകയും ചെയ്യാമെന്ന് കരുതിയ പ്രവാസികൾ, പുതിയ സ്വപ്നങ്ങളുമായി അവിടേക്ക് കുവൈറ്റിലേക്ക് പോയ പ്രവാസികൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രവാസ ലോകത്തെ കാഴ്ചകളും നമുക്ക് ഈ ജീവിതങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയും. അവരാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. അങ്ങേയറ്റം ഹൃദയഭേദകമായ ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷം. അത് ഇന്ന് തുടങ്ങിയതല്ല. ഇന്നലെ പകലൊക്കെ നമുക്കാകെ ഒരു മൂകതയായിരുന്നു നാട്ടിൽ. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ പല ജില്ലകളിലും, കോട്ടയം, അതുപോലെ തെക്കൻ കേരളത്തിൽ കൊല്ലം, പത്തനംതിട്ട, ഈ ജില്ലകളിൽ നിന്നൊക്കെയുള്ള കൂടുതൽ ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ 6 പേരുടെ മരണമാണ് വന്നത്. കൊല്ലത്തും കോട്ടയത്തുമൊക്കെ സമാന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ജില്ലകളിൽ നിന്നൊക്കെ പരിക്കേറ്റ് അവിടെ ചികിത്സയിലുള്ള പലരും ഈ ജില്ലകളിൽ നിന്നുള്ളവരാണ്. അവരൊക്കെ ആരോഗ്യനില സ്റ്റേബിളാണ്. ചിലർ ഗുരുതരാവസ്ഥയിലുണ്ടെങ്കിലും അവരുടെ ജീവൻ അപകടത്തിലല്ല എന്നാണ് ഒടുവിൽ അവിടെ നിന്ന് കിട്ടുന്ന വിവരം. അത്രയും സമാധാനമുള്ള വിവരം അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 33 പേരാണ് ഇവിടെ ഇപ്പോഴും ചികിത്സയിലുള്ളത്. ചിലരൊക്കെ അടിയന്തര ശസ്ത്രക്രിയക്കൊക്കെ വിധേയരാക്കിയിട്ടുണ്ട്. ഇതിൽ 7-8 പേർ ഇപ്പോഴും അത്യാഹിത വിഭാഗത്തിൽ തുടരുന്നുണ്ട്. പക്ഷേ അവരുടെ ആശങ്കാജനകമല്ല. അവർ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കുവൈറ്റിലെ ആരോഗ്യ മന്ത്രാലയം ഒക്കെ അറിയിക്കുന്നത്. അങ്ങനെ അത്തരം ഈ ദുഃഖത്തിനിടയിലും അങ്ങനെ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഈ പറയുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൽ 24 മലയാളികളുണ്ട്, 45 ഇന്ത്യക്കാരുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ. മലയാളികളെ പോലെ തന്നെ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടുപോയ തമിഴ്നാട്ടിൽ നിന്നുള്ള 7 പേരുണ്ട്, കർണാടകയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ, ബീഹാറിൽ നിന്നുള്ളവരുണ്ട്. ഇപ്പോൾ ഒരു വിവരം വരുന്നത്, ഒരു തിരിച്ചറിയാത്ത ഒരു മൃതദേഹം അതൊരു ബീഹാർ സ്വദേശിയുടേതാണ് എന്ന സൂചന വരുന്നു. അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അതിന് DNA പരിശോധനയൊക്കെ വേണ്ടിവരും. അങ്ങനെ ഈ സ്വപ്നങ്ങൾ കണ്ടത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരായിരുന്നു. അവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഒരു നിമിഷം കൊണ്ട് ഈ വിഷപ്പുക ശ്വസിച്ചോ അല്ലെങ്കിൽ ഈ തീയിൽ വെന്തോ ഒക്കെയോ അവരുടെ ജീവൻ പൊലിയുകയായിരുന്നു. തലേ ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അച്ഛനോടും അമ്മയോടും സംസാരിച്ച കൊല്ലം സ്വദേശിയുടെ കഥ നമുക്കൊരു പക്ഷേ അത് തേങ്ങലോട് മാത്രമേ അത് വായിക്കാനോ അത് പറയാനോ കഴിയുന്നുള്ളൂ. 3 പ്രാവശ്യം എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു ആ ചെറുപ്പക്കാരനെന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ സങ്കടത്തോടെ പറഞ്ഞു. നാട്ടിലൊരു സ്വാശ്രയ കോളേജിലെ അധ്യാപകനായിരുന്നു. പുതിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി അദ്ദേഹം കുവൈറ്റിലേക്ക് പോയതാണ്. അവിടെ ജോലി തുടങ്ങി ആദ്യ മാസത്തെ ശമ്പളവും വീട്ടിലേക്ക് അയച്ചു. 5-ാം തീയതി അദ്ദേഹത്തിൻ്റെ ആദ്യ ശമ്പളവും വീട്ടിലെത്തി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ദുരന്ത വാർത്തയാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ആ ദിവസം രാവിലെയും
വൈകിട്ടും പതിവിന് വിപരീതമായി 2 തവണ വീട്ടിലേക്ക് വിളിച്ചു. ആദ്യം രണ്ടാമത് വിളിക്കുമ്പോൾ അച്ഛനോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ വരുന്നത് വരെ വീണ്ടും വന്നതിന് ശേഷം വീണ്ടും അയാൾ വിളിച്ചു. അങ്ങനെ വീട്ടുകാരോടൊക്കെ അങ്ങേയറ്റം അടുപ്പവും ഒക്കെ പുലർത്തിയ ഇതുപോലെ കൊല്ലം സ്വദേശിയെ പോലെയൊക്കെ ഉള്ളവർ നമ്മളോടൊപ്പമുണ്ട്, നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരാണ് നമ്മളെ വിട്ടുപിരിയുന്നത്. അവരുടെ ഓർമ്മകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ കുടുംബങ്ങളെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, സഹപ്രവർത്തകർ അവർക്കൊക്കെ ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് അവരൊക്കെ എപ്പോഴിനി മടങ്ങി വരാൻ കഴിയും? അത്ര വലിയ ഹൃദയഭേദകമാണ്, വലിയ ഷോക്കാണ് അവരെ സംബന്ധിച്ച് ഈ വിവരം. അതിൽ പത്തനംതിട്ട ഒരു സ്വദേശിയുടെ ഭാര്യയുടെ ബന്ധുക്കൾ പറയുകയായിരുന്നു, നിരന്തരമായി ഈ അപകടം അറിഞ്ഞതിന് ശേഷം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നിരന്തരമായി ഒരു PV മുരളീധരൻ നായർ, അദ്ദേഹത്തിൻ്റെ വീട് വാഴമുട്ടം ഈസ്റ്റ് പത്തനംതിട്ടയാണ്. അദ്ദേഹം അവിടെ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. 30 വർഷമായി കുവൈറ്റിലുണ്ട്. 6 മാസം മുമ്പ് അദ്ദേഹം നാട്ടിലെത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ ഫോണിൽ വിളിക്കുകയാണ്. പക്ഷേ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ആളെ കിട്ടുന്നില്ല. പരിഭ്രാന്തരായി അവരിങ്ങനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഫോൺ റിങ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അപകടം പറ്റിയിട്ടുണ്ടാവില്ല, എവിടോട്ടെങ്കിലും മാറിയതാവാം എന്ന് കരുതിയതാണ് അവർ. പക്ഷേ നിർഭാഗ്യകരം, ഏറെ മണിക്കൂറുകൾക്ക് ശേഷം മുരളീധരൻ നായരുടെ മരണ വാർത്തയാണ് അവർ കമ്പനിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പ്രതീക്ഷയോടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇന്ന് രാവിലെ കൂടി പറയുന്നത് നമ്മൾ കേട്ടാണ്, ഇപ്പോഴും ആ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എവിടെയോ എന്ന്. അപ്പോൾ ഇതാണ് അവസ്ഥ. താങ്ങാനാവാത്ത ഹൃദയവേദനയോടെയാണ് പലരും ഈ ബന്ധുക്കളെ പറ്റിയൊക്കെ പറയുന്നത്. ഈ അപകടത്തിൽപ്പെട്ട ഇതിൽ പലരും ഒരുമിച്ച് താമസിക്കുകയും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതിൽ ഒരാൾ പത്തനംതിട്ട സ്വദേശി, അദ്ദേഹം 3 മാസം മുമ്പ് നാട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിന് പോകേണ്ട ദിവസമാകുന്നുണ്ട്, അടുത്ത ആഴ്ച അദ്ദേഹത്തിന് പോകേണ്ടതാണ്. ഇവരൊക്കെ പല കാര്യങ്ങളുമായി നാട്ടിലെ പല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ കൂടി ചെയ്തിട്ടാണ് അദ്ദേഹം തിരികെ പോകേണ്ടത്. അങ്ങനെ അക്കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഒരു പത്തനംതിട്ട സ്വദേശി. അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു, ഞാൻ ഇനിയും അവിടേക്ക് എങ്ങനെ പോകും? ഈ ഓർമ്മകൾ ഉള്ള ആ സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ കഴിയില്ല, എനിക്കൊരു സാധാരണ ജീവിതം അവിടെ ഇനി നയിക്കാൻ കഴിയില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കരുതിയ ഒരു കാസർഗോഡ് സ്വദേശിയുടെ കാര്യം അദ്ദേഹം ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ കുറേ വർഷങ്ങളായി, കുറേ പതിറ്റാണ്ടുകളായി ഒരുമിച്ച് താമസിക്കുന്നവരാണ്. ഏതാണ്ട് ഒരു കുടുംബാംഗങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തറിയാവുന്ന അങ്ങനെ താമസിച്ച ആളുകളാണ് അവരൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ കൂട്ടം തെറ്റി അവരുടെ ചിലരുടെ ഓർമ്മകൾ മാത്രം ഈ ഭൂമുഖത്ത് അവശേഷിപ്പിച്ച് കടന്നു പോകുന്നത്. നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത തരത്തിലുള്ള വേദന അവർക്കത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴം എത്രത്തോളമുണ്ട്, അതിൻ്റെ പരപ്പ് എത്രത്തോളമുണ്ട് എന്ന് പറയാൻ കഴിയൂ. വളരെ കഴിഞ്ഞ ഈ അപകട വാർത്ത വന്നപ്പോൾ മുതൽ ആ മൂകത നാട്ടിലാകെയുണ്ട്, അതിപ്പോഴും തുടരുകയാണ്. അവരുടെ ചേതനയറ്റ ശരീരം വിമാനത്തിൽ നിന്ന് കാർഗോ വാഹനങ്ങളിലേക്ക് കയറ്റുകയാണ്. അല്പസമയത്തിനകം അത് വിമാനത്താവളത്തിന് പുറത്ത് പൊതുദർശനത്തിന് തയ്യാറാക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ബന്ധുക്കളിൽ ചിലരൊക്കെ നാട്ടിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോഴങ്ങനെ ഇല്ലെങ്കിൽ പോലും അതത് നാടുകളിൽ വീടുകളിലേക്ക് അത് എത്തും. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ മന്ത്രിമാർ ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മൃതദേഹം ഔദ്യോഗികമായി ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറാൻ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അവർക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ 5 ലക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമ്പത്തിക സഹായമായി. നോർക്കയുടെ പ്രതിനിധികൾ MA യൂസഫ് അലിയും രവി പിള്ളയും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ 2 ലക്ഷം നൽകിയിട്ടുണ്ട്. ഈ അപകടത്തിൽ ഇവർ താമസിച്ച കമ്പനി 8 ലക്ഷം അടിയന്തര സഹായം നൽകുന്നുണ്ട്. സാമ്പത്തികമായൊക്കെ അവർക്ക് അത്തരം ചില സഹായങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. നാടൊന്നാകെ ഈ കുടുംബങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അവരുടെ ഇനിയുള്ള എന്താവശ്യങ്ങൾക്കും അവരോടൊപ്പം എല്ലാവരും ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഏറ്റവും ഉറ്റവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരുടെ എല്ലാം ആയിരുന്ന ആ 24 പേർ അവരോടൊപ്പമില്ല. അവർ പോയി. ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മകനെ നഷ്ടപ്പെട്ടു, അച്ഛനെ നഷ്ടപ്പെട്ടു, സഹോദരനെ നഷ്ടപ്പെട്ടു. അങ്ങനെ അത്തരം നഷ്ടപ്പെടലുകളുടെ വലിയ ദുഃഖം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖവും പേറിയാണ് ഒരു കൂട്ടം ആളുകൾ നമ്മളോടൊപ്പം നമ്മളുടെ ചുറ്റുപാടും കഴിയുന്നത്. അത് അങ്ങേയറ്റം ഹൃദയഭേദകമാണ് ഗോപി.